ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ശാസ്ത്രജ്ഞനാണ് ജോസഫ് ജോൺ തോമസൺ. അദ്ദേഹത്തിന്റെ ചരിത്രമാണ് ഇന്ന് നാം അറിയുന്നത്. ആറ്റത്തിന്റെ ഉള്ളറകളിലേക്ക് ആധുനിക ഭൗതിക ശാസ്ത്രത്തെ വഴിതിരിച്ചുവിട്ട ശാസ്ത്രജ്ഞനാണ് ജോസഫ് ജോൺ തോംസൺ. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ 1856 ഡിസംബറിലാണ് ജോസഫ് ജോൺ തോംസൺ ജനിച്ചത്. 1876 കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം ആരംഭിച്ച തോംസൺ 7 വർഷം കഴിഞ്ഞ് അവിടെ തന്നെ പ്രൊഫസറായി മാറി. 1881 അണുസിദ്ധാന്തത്തെപ്പറ്റി ഒരു പ്രബന്ധം അദ്ദേഹം അവതരിപ്പിച്ചു. 1884 അദ്ദേഹം കേംബ്രിഡ്ജിലെ വിഖ്യാതമായ കാവൻഡിഷ് ലബോറട്ടറിയുടെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തു. അന്ന് മുതലാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. ലബോറട്ടറിയുടെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തതിനെ തുടർന്ന് വൈദ്യുതി കാന്തികതയെപ്പറ്റിയും പരമാണുകളെപ്പറ്റിയുമുള്ള സുപ്രധാന ഗവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ധാരാളം യുവ ഗവേഷകർ ജെ തോംസന്റെ കീഴിൽ ഗവേഷണം നടത്താനെത്തി. ഏണസ്റ്റ് റദർഫോർഡും റോസ് പേജറ്റുമെല്ലാം അദ്ദേഹത്തിന്റെ കീഴിൽ ഗവേഷണം നടത്താൻ വന്ന പ്രമുഖ ശാസ്ത്രജ്ഞരാണ്. കഥോഡ് രശ്മികൾ വൈദ്യുതി മേഖലയിൽ വ്യതിചലിക്കപ്പെടുമെന്ന് അദ്ദേഹം കണ്ടെത്തി. കൂടാതെ ഈ സൂക്ഷ്മകണങ്ങൾ പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണകമായി പരമാണുവിനേക്കാൾ ചെറുതാണെന്നും തോംസൺ മനസ്സിലാക്കി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വലിയ കണ്ടുപിടുത്തങ്ങൾ തന്നെയായിരുന്നു. അണുവിന്റെ സൂക്ഷ്മകണത്തെ അദ്ദേഹം ഇലക്ട്രോൺ എന്ന് വിളിച്ചു. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതിന് 1906 നൊബേൽ സമ്മാനവും അദ്ദേഹത്തെ തേടിയെത്തി. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ശാസ്ത്രജ്ഞന്റെ വിശേഷങ്ങളുമായി കാണാം. നന്ദി.